हेलो गाइस दोस्तों, ये आप लोग सब आप लोग ये सुबिन भाई का वीडियो देखते हैं ब्लॉग बिल्कुल अच्छा नहीं है. തലച്ചോറ് बिल्कुल ഇല്ല. തലച്ചോറില്ല? നിനക്ക് തലച്ചോറുണ്ടല്ലോ. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ പതിവ് പോലെ നമ്മൾ ഓടാനൊക്കെ പോയി ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ എൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എങ്ങനെ മൾട്ടികോമിൽ എങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, അതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറി. അപ്പം ഇന്നത്തെ എൻ്റെ വർക്ക് സ്പേസിനെ പറ്റി സംസാരിക്കാം സുഹൃത്തുക്കൾ. ഇവിടെ എത്തിപ്പെട്ടത് എന്നെ ഒരു വലിയൊരു സ്റ്റോറിയാണ്. ഈ കമ്പനിയിൽ എത്തിപ്പെട്ട ആ ഒരു കഥയാണ്. അതാണ് ഞാനിന്ന് പറയണ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ വണ്ടി എടുത്ത് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ കമ്പനിയിലേക്കാണ്, അവിടേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓടാൻ വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കേട്ടോ, ഒന്നും പറയണ്ട. കുറച്ച് ദിവസമായിട്ട് ഓടാൻ വരുന്നതുകൊണ്ട് നല്ലൊരു എനർജിയാണ്, ഭയങ്കര എനർജിയാണ്. ജിൽ 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 എന്നും പറയാനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ ഓഫീസിൽ പോവാം. ഞാൻ ഓഫീസിനകമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, മുന്നത്തെ വീഡിയോയിലൊക്കെ അതൊന്നും കാണിക്കില്ല കേട്ടോ, ചിലപ്പോൾ ചോറയാണ്. ഇനി ഞാൻ കാണിക്കും. ബൈ ദ ബൈ, നമുക്ക് കമ്പനി എൻട്രൻസിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് മൾട്ടികോം എൻ്റർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനി. ഇവിടെ എത്തിപ്പെട്ടതാണ് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്നത് തന്നെ 2022-ലാണ്. 2022 എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് മുന്നേ ഒരു കമ്പനിയിൽ നിന്ന് ക്യാൻസലൊക്കെ ചെയ്ത് ഞാൻ തിരിച്ച് നാട്ടിൽ പോയി എൻ്റെ പിറ്റേന്ന് തന്നെ പൈസയൊന്നും അപ്പം കയ്യിലില്ല. ഒരു സ്വിഗ്ഗിയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് എൻ്റെ മാമൻ എനിക്ക് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, പെട്ടെന്ന് വരണം, മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിസ എടുത്ത് അയച്ചു തന്നു. അങ്ങനെ വന്ന് പെട്ടതാണ്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് സ്വിഗ്ഗിയൊക്കെ ഓടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗേൾഫ്രണ്ടുമായിട്ടാണ് പോണത്. അവളെ രാവിലെ കൊണ്ട് ഡ്യൂട്ടിക്കാക്കും, ഞാൻ എന്നിട്ട് സ്വിഗ്ഗി ഓടാൻ പോവും. എന്നിട്ട് അവൾക്ക് വൈകിട്ട് 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങണം. അപ്പോൾ ലുലുവിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അവളെ എടുത്ത് എന്നിട്ട് ഞാൻ സ്വിഗ്ഗി സ്റ്റോപ്പ് ചെയ്യും രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ. എന്നിട്ട് നേരെ വരും. അറൗണ്ട് ഒരു 1500, 1800, ചില ദിവസം 2000, 2500 രൂപയ്ക്കൊക്കെ ഓടും ഞാൻ. രാവിലെ തൊട്ട് നല്ല കഷ്ടപ്പെടും. കാരണം അന്ന് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. കാരണം എന്നെ ഒരുപാട് ചീറ്റ് ചെയ്തു എൻ്റെ പഴയ കമ്പനി. ആ സ്റ്റോറി ഞാൻ അടുത്തതിൽ പറയാം. ഇവിടെ എത്തിപ്പെട്ടത് അങ്ങനെയാണ്. എൻ്റെ മാമൻ വഴിയാണ് എത്തിപ്പെട്ട. പിന്നെ വിവേകേട്ടനും മാമനും തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട്. അപ്പോൾ വിവേകേട്ടനാണ് മാമനോട് പറഞ്ഞത് ഇന്നൊക്കെ വേക്കൻസി. ആദ്യം വരുന്നത് ഞാനിവിടെ ഡ്രൈവറായിട്ടാണ്. ഇപ്പം ഞാൻ സെയിൽസിൽ കയറി. ആ ഡ്രൈവറായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 1 ഇയർ ആൻഡ് ഒരു 6 മന്ത് ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത്. ആ കാലഘട്ടം ഒരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. 1 ഇയർ 6 മന്ത് കാലഘട്ടം. ഞാൻ വന്നപ്പോഴേ മൈ ഗോഡ്, ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴേ വണ്ടിയൊന്നും ഓടിച്ചില്ല. ലൈസൻസ് എടുത്ത്, പക്ഷെ പഴയ കമ്പനിയിൽ വണ്ടിയൊന്നും തന്നില്ല. മലയാളികൾക്ക് ഒരുപാട് പാരകളുണ്ടായിരുന്നു. വണ്ടിയൊന്നും തന്നില്ല. ഞാനത് ചോദിക്കാനും പോയില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം പിന്നെ ആ വണ്ടി ഓടിക്കണം. ആ ഓടിച്ച വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്ടേ ഈ കിടക്കല്ലേ, ഇതേ കണക്കത്തെ വണ്ടിയാണ് ആദ്യം ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. കാരണം അവർ തന്നത് അത് തന്നെ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മളെ ഈ ജോലിക്കായിട്ട് വന്നതല്ലേ. ഒന്നും നോക്കിയില്ല, എടുത്ത് പിടപ്പിച്ച്. പിന്നെ ആദ്യം ചെറിയൊരു ഇതുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ
എന്നും പറഞ്ഞ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. സോ നമ്മൾ അത് മറൂസ് ഭായ് ആള് അവിടെ നിന്ന് ചിരിക്കണ പുള്ളി കുറേ കൊല്ലമായി കേട്ടോ അവിടെ. സോ നമ്മൾ ഒന്നും പറയാൻ പറ്റൂലല്ലോ, അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു ആ 1.5 വർഷം. എൻ്റെ മോനെ അടപ്പളവേ എൻ്റെ അമ്മാതിരി പണിയുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. ഈ മോനെ എവിടെയൊക്കെ ഇവന്മാരാണെങ്കിൽ ഒരു ആദ്യം അബുദാബിയിടും, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പോകാൻ പറയും, നമ്മളാ മുസഫയ്ക്ക് പോകാൻ പറയും. അബുദാബി സിറ്റിയിലാണ് കേട്ടോ. പിന്നെ മുസഫയ്ക്ക് പോകാം, അതും അബുദാബിയുടെ ഒരു സ്ഥലം തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഷാർജയ്ക്ക് പോകാൻ പറയും, അത് കഴിഞ്ഞ് ദുബായിക്ക് പോകാൻ പറയും, പിന്നെ അജ്മ ഓടാൻ പറയും, പിന്നെ അത് പറഞ്ഞിട്ട് ഫുജറയ്ക്ക് പോകാൻ പറയും, അത് കഴിഞ്ഞ് റാസൽ ഖൈമയിൽ പോകാൻ പറയും. ഈ 6-7 എമിറേറ്റിൽ ഞാൻ കിടന്ന് ഓടിയ ഓട്ടം പാടായിപ്പോയി. എൻ്റെ മോനെ കളഞ്ഞിട്ട് പോകാൻ വരെ തോന്നിയിട്ടുണ്ട്. അതാ മാസം ഒരു 2 ഫൈനൊക്കെ വരും. എവിടെങ്ങനെ പോയാലും ഫൈന് എങ്ങനെയെങ്കിലുമൊക്കെ കയറും. അതൊരു കാലം. പിന്നെ അത് കഴിഞ്ഞ് MD കണ്ട്, പിന്നെ അങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി പറഞ്ഞ് സെയിൽസിലോട്ട് മാറാൻ താല്പര്യമുണ്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ, ഇതിനേക്കാൾ ഈ പറഞ്ഞാണെങ്കിൽ ഓട്ടി നമ്മൾ പണ്ടാരെ അടങ്ങണേക്കാളും ഒരു ചേഞ്ചസ് വേണ്ടേ, ടൈം വേസ്റ്റ് ചെയ്യണേ എന്തിനാന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് സെയിൽസിലോട്ട് കയറാം. സെയിൽസിലോട്ട് കയറിയപ്പോഴാ ഹെവി ടെൻഷനും പ്രഷറും. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് 0 കസ്റ്റമറായിരുന്നു, കസ്റ്റമറൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പുകളുണ്ട്, ഹാർഡ്വെയർ ഷോപ്പുകളുണ്ട്. അവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. അവർക്കുള്ള സാധനങ്ങളുമാണ് നമ്മൾ എൻഡ് യൂസർമാർക്ക് സാധനം കൊടുക്കാറില്ല. ഞാൻ മുന്നേ ഒരു വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓൺ ബ്രാൻഡാണ്. നമ്മുടെ തന്നെ ബ്രാൻഡുണ്ട് ഗാലക്സി എന്ന് പറഞ്ഞാൽ. അത് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്, തായ്ലൻഡിൽ നിന്ന് വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യത്തു നിന്നും വരുന്നുണ്ട്. അത് ഈ പല ഐറ്റങ്ങളുണ്ട്. ടിന്നർ ടൈപ്പ് ഉണ്ട്, അതേപോലെ സ്പ്രേ പിൻ ടൈപ്പ് ഉണ്ട്, ഗ്ലൂ ടൈപ്പ് ഉണ്ട്, കാറിൻ്റെ പോളിഷിങ് ഐറ്റം ഉണ്ട്, ടു മച്ച് ഐറ്റം. ഒരു 1000-ൽ കൂടുതൽ ഐറ്റംസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ സാധനം സെയിൽ ചെയ്യുക. അത് എനിക്ക് കസ്റ്റമർ എനിക്ക് ആദ്യം തന്നത് നമ്മുടെ അജ്മാൻ തന്നെയാണ് തന്നെ. അത് കസ്റ്റമറെ ഡെവലപ്പ് ചെയ്യാൻ തന്നെ ഒരു മാസം ഫസ്റ്റ് മാസം തന്നെ ഞാൻ ഒരു 10,000 സെയിൽ ചെയ്ത്. അതൊരു വലിയ കാര്യമാണ്. അതേപോലെ ഒരു 30-40 കസ്റ്റമറെ ഞാൻ ഓപ്പൺ ചെയ്തു, പുതിയ കസ്റ്റമർ. ഫുള്ള് ക്യാഷ്, ക്രെഡിറ്റ് ഇല്ല, ക്യാഷ് 10,000 ദറംസ് സെയിൽ ചെയ്ത്. അവിടെ നിന്നാണ് എൻ്റെ സെയിൽ സ്റ്റാർട്ടാവുന്നത്. പിന്നെ സപ്പോർട്ട് ചെയ്ത് സൂപ്പർവൈസർമാർ, മാനേജർമാരെ അവരൊക്കെ സപ്പോർട്ട് ചെയ്ത്. മാനേജർമാരെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ കാസിം ക, ജുനൈദ് ക, അതേപോലെ വിവേകേട്ടനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഏകദേശമുള്ള. പിന്നെ അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് കൊടുത്തു തുടങ്ങിയപ്പോൾ അക്കൗണ്ട്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. അത് നമ്മുടെ ഒരു സാറുണ്ട്, പുള്ളി ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു മച്ചാണ്. അപ്പോൾ സോ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത് സെയിലിൻ്റെ. പിന്നെ ഇവിടെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റൊക്കെ ഈ പറഞ്ഞ പോലത്തെ 30 to 60, 60 to 90 അങ്ങനെയാണ് ടേംസൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് മുന്നത്തെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇപ്പം 90 കൊടുത്തവർക്ക് 60 ആക്കി, 60 കൊടുത്തവർക്ക് 30 ആക്കി, കുറച്ച്. പിന്നെ നമ്മുടെ സാധനങ്ങളും കുറച്ച് കുറവാണ്, അതുകൊണ്ടൊക്കെയാണ് അവരങ്ങനെ ചെയ്തേ. സോ എൻ്റെ സെയിലും ഈ മാസം കുറവാണ്. നമ്മൾ സംസാരിച്ച് പിന്നെ നമ്മൾ പോയത് കമ്പനിയുടെ ഉള്ളിലേക്കാണ്. ക്രെഡിറ്റ്, സെയില്, മാർക്കറ്റ്, പിന്നെ കളക്ഷൻ, കസ്റ്റമർ ഫോളോ അപ്പ് എല്ലാം മിക്സായിപ്പോയി. സംഭവം ഫുൾ ടൈം തലയിൽ ഇതൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫണ്ടൊക്കെ മാർക്കറ്റിൽ കിടപ്പുണ്ട്, കളക്ഷൻ എടുക്കാനുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടൈമിന് ചെക്ക് വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ഈ ടു മച്ച് ടെൻഷനിലിടയ്ക്ക് അതേ വരുവുള്ളൂ എനിക്ക് വായിൽ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാരണം, എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ അറിയാവുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് ഞാൻ വീഡിയോ ഇട്ട് ഇങ്ങനെ നടക്കുക എന്നാണ്. ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ വർക്കിൻ്റെ ടെൻഷൻ എനിക്ക് അധികം ഉണ്ട്. അപ്പം അതിനിടയിൽ ചെറിയ സമയങ്ങളിൽ ഞാൻ കണ്ടെത്തുന്ന ചെറിയ സമയങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോസാണ്. അത്
സെറ്റാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കുറച്ച് പേർക്ക് ഇഷ്ടമുണ്ട്, കുറച്ച് പേർക്ക് ഇഷ്ടമല്ല, കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് സ്വാഭാവികമാണ്. എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്തണമെന്ന് അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടൊക്കെ അതാണ് സംഭവം. ഇതേപോലെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ഇനിയിപ്പോൾ ഈവനിങ് ഇറങ്ങണം. അപ്പോൾ നേരെ നമ്മൾ ആ ഡേയിലേക്ക് കടന്നു വന്നു. നമ്മളെ എത്തിപ്പെട്ട ആ ഒരു നിങ്ങളോട് ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഡേയിലേക്ക് നമ്മൾ വ്ളോഗ് കണക്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡേ ലൈഫിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം ഞാനത് മാർക്കറ്റിലൊക്കെ പോയിട്ട് പെട്രോൾ കുറവായിരുന്നു. പെട്രോളൊക്കെ അടിച്ച് ഫുള്ളാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൂടാണ്, കുറച്ച് അടിക്കാമെന്നാണ് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് അടിക്കാമെന്ന്. എന്നാൽ ഈ മാസത്തെ ലിമിറ്റും തീരാനാണ്. ഏകദേശം 113 ദറംസ് ഇനി ബാലൻസ് ഉണ്ട്. ഇന്ന് 17-ാം തീയതി. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ നിന്ന് പെട്രോൾ അടിക്കണം. അതും ഒരു മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു പരിപാടിയാണ്. സോ നമുക്ക് വൈകിട്ട് കാണാം. ഇനി ഈവനിങ് ആയപ്പോൾ ഞാൻ എന്താ മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത്, നമ്മൾ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം എന്താ ഒന്ന് മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ വരണ വഴിക്ക് നോക്കി കാസിമൊക്കെ ജിമ്മിൽ പോകാൻ വേണ്ടി ഇറങ്ങി. എന്നൊക്കെ ജില്ലാണ് ഫോർമുല 1 ടീഷർട്ടൊക്കെ ഇട്ടുണ്ട്. സോ നമുക്കിനിയിപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ പോകണം എന്നാണ് പ്ലാൻ. പക്ഷേ ഇതിപ്പം നമ്മളെ സൗകര്യം കണക്ക് നമുക്ക് ചെയ്യാം. ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോഴത്തേക്ക് കാസിമുക്ക് വന്നിട്ട് ആ സുലൈമാനി കുടിക്കാൻ. കാസിമുക്കയ്ക്ക് എപ്പോൾ കണ്ടാലും ഒരു സുലൈമാനി കുടിക്കാൻ ചെല്ലണം. നമുക്ക് വണ്ടി ഇത് ഹസ്നൻ. ഹായ് ഹസ്നൻ. നമ്മളെ ഡ്രൈവർ ചെക്കൻ കാസിമുക്ക തിളങ്ങണല്ലോ. കാസിമുക്ക അങ്ങനെ നമ്മളൊരു സുലൈമാനി കുടിക്കാൻ പോയിട്ട് കാറ്റടിച്ച് ചെവിക്കാത്ത കയറി. വണ്ടി കഴുകണോ ഇനി? കാസിംകാടെ ചെറി ഇത്രയും വലിയ വണ്ടിയൊന്നും നാട്ടിൽ കാണില്ല അല്ലേ? നമ്മുടെ അവിടെ ഉണ്ടാ കറക്റ്റ് ഒക്കെ ഇത്രയും വലിപ്പം ഉണ്ടാ? അസുഖ ഇപ്പൊ നാട്ടിൽ കൂടി പോയിട്ട് വന്നത് കൊണ്ടല്ലേ. അന്ന് സ്വന്തമായിട്ട് BMW ബൈക്ക്, അതുപോലെ തന്നെ 3 നില വീട്, 2 ഏക്കർ സ്ഥലം, റിച്ച് മാൻ. ടൊയോട്ട ക്രിസ്റ്റ ഉണ്ടെന്ന് എനിക്ക് അതും കൂടി പറയാം. സത്യം ക്രിസ്റ്റ ഉണ്ട് കേട്ടോ, ടൊയോട്ട ഉള്ളതാണ്. നമ്മളെന്നും ചായ കുടിക്കാൻ പറഞ്ഞ അവിടെ ചായക്കടയാണിത്. നമ്മളെ കബാബ് ഇവിടെ നിന്ന് കഴിക്കാറുണ്ട്. ചായപൊടി മാത്രമേ ഉണ്ട്. നമ്മള് പഞ്ചാരയൊന്നും അടിക്കില്ല. കാസിംക്ക് അങ്ങനെ ചായയൊക്കെ വാങ്ങി തന്നു. ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ച് എന്നിട്ട് നേരെ റൂമിലേക്ക് വന്ന് ഇനിയിപ്പം പോകുന്നില്ല. ഫുള്ള് ട്രാഫിക്കായി. ഇനിയിപ്പം പോയിട്ടും കാര്യമില്ല, വെറുതെ പെട്രോൾ വേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ നേരെ റൂമിലേക്ക് വന്ന് ഇനി നമുക്ക് ഇന്നത്തേക്കുള്ള ഫുഡിനുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കാസിംക്ക വന്നിട്ട് കറി ഉണ്ടാക്കും. നമുക്കതൊക്കെ റെഡിയാക്കാം. ഞാനങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങനെ മാറ്റിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. കിളികൾ പറന്നതോ ഒരു സൈഡ് ഫുള്ള് നിറച്ചങ്ങ് വെച്ചിട്ടുണ്ട്. നല്ല മീൻ, നെയ്മീൻ കണ്ടോ നിങ്ങൾ? നെയ്മീൻ ഇത് ഇന്ന് നമ്മൾ കറി വെച്ച അടിക്കും. സോസേജ് ഫ്രൈയും കൂടി ചെയ്യാം. ഔഫ്, പൊളിക്കുന്നു. സോസേജ് നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. മീനും നമുക്ക് പുറത്തെടുത്ത് വെക്കണം. നമ്മളിന്ന് വെക്കാൻ വളരെ ഇതിനകത്ത് എടുക്കണം. അതുകൊണ്ട് ഈ സാധനം വെക്കാം നമുക്ക് കറി. ഞാൻ വെക്കില്ല, കാസിമുക്ക് വയ്ക്കും.
ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. ഞാനിത് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി പറഞ്ഞ പോലെ റെഡിയാക്കി വയ്ക്കാം. ഈ ബ്ലാക്ക് കാണുന്നത് സിലിക്കോണാണ്, വെള്ളം ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കാശ്മീർക്കാരുടെ പണിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മളത്തെ കറി ഇതാ വെജിറ്റബിളാണ്, മനസ്സിലാവുള്ളൂ. വെജിറ്റബിൾ കറി നമുക്ക് വെറൈറ്റി കറികളാണ്. നമ്മൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല നാട്ടിലുള്ളവരൊക്കെ. ഇതൊക്കെ വേറെ ഇതൊക്കെ നമ്മളിവിടുത്തെ വേറെ ഇതൊക്കെ നമ്മളിവിടുത്തെ ഊട്ടായ്പ് കറികളാണ്. ഊടായ്പ് കറികൾ. ഇതാ ഇത് സബോളയും മുളകും ഇഞ്ചിയും തക്കാളിയൊക്കെ സെറ്റാക്കി ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധനം സോസേജ് ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മസാലാസ് ഇടണം, അത് നമുക്ക് സെറ്റാക്കാം. മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫ്രൈ ചെയ്ത് നമ്മൾ കഴിക്കാൻ നേരത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് കഴിക്കണത്. കാസിംക്ക് അന്ന് കറി ഉണ്ടാക്കിയതാ, മീൻകറി, നല്ല സോസേജ്. ഫുഡ് റെഡി ആയിട്ടുണ്ട്, ഇത് കഴിക്കാം. അതാണ് പണി. കുറച്ചു നേരം കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. അയ്യോ, ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് പോയി മേലൊക്കെ കഴുകി റെഡിയായി. നമുക്കൊന്ന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ രാത്രി ഈ പറഞ്ഞ കണക്ക് ഒരു കറക്കം ഉള്ളതാണ്. നമ്മൾ ഒന്ന് ബാങ്ക് വരെയും പോകാനുണ്ട്. നമുക്ക് ബാങ്കിലും പോകണം, കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ കാസിംക്കായെ വിളിച്ചോണ്ട് വന്ന് ബാങ്കിൽ പോവാം. सुमिता का आके पूछेगा, सुमिता से पूछ रहे थे कौन सा नंबर डाल, कौन सा ये नाम कौन सा चूज करो उसमें डाल दें. वो बोले इडियट है इडियट इडियट ज्यादा नहीं बोला, वीडियो रिकॉर्डिंग कर रहा है, बात तो बजे इसको आई कौन सा तुम्हारा वीडियो परमिशन चाहिए तुमको. आज कौन जीता है मालूम है? तलपत विजयी. आज कौन जीता है? ओके अण्णा, शंगन्ना, लव यू अण्णा. അവരവിടെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് അവന്മാരവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ഉറക്കത്തിലായി ഇവിടെ. ഞാൻ ആ ഫുഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട്, ആ സാധനങ്ങളൊക്കെ ഫുഡിനുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടേ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ അപ്പോഴത്തേക്ക് ആസിംഖാന്ന് ഫുഡൊക്കെ റെഡിയായി, പിന്നെ കഴിച്ച് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മേലെ കഴുകി താഴെ വന്നപ്പോൾ അവന്മാർ അവിടെ ഇരിക്കണം. അവന്മാരത്തെ വർത്താനം പറഞ്ഞ്. हसन भाई कैसा है? ठीक है. കരിയപ്പല പറിക്കാതിരിക്കാൻ വേണ്ടി ചുറ്റിന് കമ്പി കെട്ടി വെച്ചിരിക്കുന്നുണ്ടില്ലേ, പറിക്കാതിരിക്കാൻ വേണ്ടി. ചെറുതല്ലേ, അതുകൊണ്ടാ. സോ നമുക്ക് നേരെ ഇവിടുന്ന് നേരെ റഷീദിയെ പോവാം, ബാങ്കിലൊന്ന് കയറുക. ഇടാൻ വേണ്ടി ഞാൻ നേരെ ബാങ്കിലേക്ക് വന്നു. ഇതാണ് എൻ്റെ ബാങ്ക്. വ്യത്യസ്തകരമായിട്ടുള്ളൊരു ബാങ്കാണ്. ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കാർഡിൽ അടയ്ക്കാണ്ട്. അപ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ അതിനും കൂടിയാണ് വന്നത്. ഈ ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നൈസ് സ്പോട്ടാണ്, അതിമനോഹരമായിട്ടുള്ള ഏരിയ. നല്ലൊരു ഏരിയ ആണ് ഇവിടെ. ഫണ്ടൊക്കെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അത്യാവശ്യം മറ്റേ ഒരു പേയ്മെൻറ്റ് അടയ്ക്കാണ്ട് അങ്ങനെയാണ് കൊണ്ടിട്ടെ. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെയാണ്. ഇത് ഈ ഏരിയ സൂപ്പർ ഏരിയയാണ്. ഇത് വരുന്നത് റഷീദിയ കോർണിഷ് ഏരിയ സൈഡുമാണ് വരണേ. പക്ഷെ ഭയങ്കര രസമാണ് ഇവിടെ. ഫുള്ള് ലക്ഷറി ഒരു പാർക്ക് സെറ്റപ്പാ.
സോ നമുക്ക് ഇവിടെ നിന്ന് പോവാം ഇനിയിപ്പോൾ. സിംക അവിടെ ഇങ്ങനെ ഉണ്ട്. സിംക ഇങ്ങനെ വിളിച്ചോണ്ട് വന്നേ. നേരെ മാർക്കറ്റിലേക്ക് വന്ന് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനായിട്ടാണ് ഇങ്ങോട്ട് വന്നേ. കാസിംക അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. സാധനങ്ങളെല്ലാം തീർന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങണം. അപ്പം അതും വാങ്ങിച്ച് പോകണം ഇവിടെ നിന്ന്. മീനിൻ്റെയൊക്കെ ഒരു ശാഖരയാണ്. ഇതാണ് പോലെ പൊളി പൊളി മീനുകൾ. मेरे को तलचोर नहीं है, तुम क्या बोला है? हेलो गाइस दोस्तों, ये आप लोग सब आप लोग ये सुबिन भाई का वीडियो देखते हैं ब्लॉग, बिल्कुल अच्छा नहीं है. തലച്ചോർ बिल्कुल ഇല്ല. തലച്ചോറില്ല? നിനക്ക് തലച്ചോറുണ്ടല്ലോ. അതാണ് ഗംഗാജി, ഗംഗ നമ്മളെ ഫ്രണ്ടാ. നമ്മളങ്ങനെ കുറച്ച് ഐറ്റംസുകൾ വാങ്ങിച്ചു. കാസിംക നമ്മൾ കറി വയ്ക്കാനുള്ളത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ബാക്കി, അത് ഷോർട്ട് ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ്ട് ഞാൻ പിന്നെ വിളക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ച് ഇത് മറ്റേ ഇത് വാങ്ങിച്ചു. ഇതേടെ എപ്പോഴും വാങ്ങണം, അതായത് പിന്നെ ഒരു 2 റോളറും വാങ്ങിച്ചു. സോ റോളർ വേണം ഇവിടെ. ഇപ്പം ഭയങ്കര ചൂടാണ്, അപ്പം ശരീരം നന്നായിട്ട് വിയർക്കും, അപ്പോൾ സ്മെല്ലാവും, വെരി ബാഡ് സ്മെൽ. അപ്പോൾ ആ റോളർ ഉണ്ടെങ്കിൽ എത്തി നൈസാണ്, സ്മെല്ല് നിന്നോളും. പെർഫ്യൂം കണക്കല്ല, ഇത് കുറച്ച് നിൽക്കും. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ കലാപരിപാടികളും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എന്നെ കണ്ടിട്ട് അത്ഭുതം, ഞാൻ ഇങ്ങനെ വീഡിയോയുടെ അവസാനം പറയണ കേട്ടിട്ട് കാശ് കണ്ടം വിട്ട് നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വിലയേറിയ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നാളെ രാവിലെ വീണ്ടും കാണാം.